പറ്റുള്ളൂ. ഇത്ര വലിയൊരു ചർച്ച ഇവിടെ നടക്കുമ്പോൾ കേരളത്തിൽ ഇതിന്റെ നാൾ വഴി എന്താണ്? കേരളത്തില് ഇന്ത്യയിൽ ഇതിന്റെ ഒരു നാൾ വഴി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പറയുകയാണെങ്കിൽ ഈ 13 തൊട്ട് 16 വരെയുള്ള നൂറ്റാണ്ടുകൾ ഇന്ത്യ ഭരിച്ചത് ഡൽഹി സുൽത്താനേറ്റാണ്. അപ്പൊ ആ കാലഘട്ടത്തിനിടയ്ക്ക് ഡൽഹി സുൽത്താനായിരുന്ന സുൽത്താൻ മുയിസുദ്ദീൻ ഗൗർ എന്ന് പറയപ്പെടുന്ന വ്യക്തി, സാം ഗൗർ, അദ്ദേഹം മുൾട്ടാനിലെ ഒരു ഭൂമി ഇങ്ങനെ വഖഫ് ചെയ്ത് കൊടുക്കുന്നുണ്ട്, വഖഫായിട്ട് പ്രഖ്യാപിക്കുകയാണ്. അന്ന് തൊട്ടുള്ള ചരിത്രം ഇന്ത്യയിലുണ്ട്. അത് സ്വാതന്ത്ര്യത്തിനൊക്കെ മുമ്പുള്ള ചരിത്രമാണ്. അതിനുശേഷം 1900 കാലഘട്ടങ്ങളിൽ 1900 ആദ്യ കാലഘട്ടങ്ങളിൽ ഡൽഹി നമ്മുടെ ലണ്ടൻ പ്രിവി കൗൺസിലിൽ ഒരു കേസ് വരുന്നുണ്ട് ഇന്ത്യയിലെ വഖഫ് നിയമവുമായിട്ട് ബന്ധപ്പെട്ട്. ആ കേസിൽ പ്രിവി കൗൺസിലിലെ 4 ജഡ്ജിമാരാണ്. ആ 4 ജഡ്ജിമാരും ഐക്യകണ്ഠേന പറഞ്ഞു ഇത് കിരാത നിയമമാണ്, ഇത് മനുഷ്യത്വരഹിതമാണ്, ഇതൊരിക്കലും നടപ്പിലാക്കപ്പെട്ടുകൂടാത്ത നിയമമാണ് എന്ന് പറഞ്ഞിട്ട് ഈ വഖഫ് നിയമനിർമ്മാണത്തെ കോടതി തള്ളി. പക്ഷെ അന്ന് ഇന്ത്യയിൽ ഉണ്ടായിരുന്ന ഗവൺമെന്റ്, ഇന്ത്യ ഭരിച്ചിരുന്ന ഗവൺമെന്റ് അത് ഇന്ത്യയിൽ നടപ്പിലാക്കാൻ തീരുമാനിച്ചു. അങ്ങനെയാണ് ഇന്ത്യയിൽ ആ നിയമം ആദ്യമായിട്ട് 1913 കടന്നു വരുന്നത്. അത് പിന്നെ 23 അത് എക്സിക്യൂട്ട് ചെയ്ത് ഇവിടെ നിയമമായിട്ട് അങ്ങ് രൂപപ്പെട്ട് കഴിഞ്ഞു. അത് ശരിക്കും 1930 ഇവിടെ അത് നിയമമായിട്ട് 1913 വന്നിട്ടുണ്ട്. അപ്പൊ സ്വാതന്ത്ര്യത്തിന് മുമ്പുണ്ട് ഈ സാധനം. അതിനെ ഒരു നിയമമായിട്ട് തന്നെ മുസൽമാൻ വഖഫ് വാലിഡേറ്റിംഗ് ആക്ട്, മുസൽമാൻ വഖഫ് വാലിഡേറ്റിംഗ് ആക്ട് എന്ന് പറഞ്ഞിട്ടൊരു നിയമം ആണ് നിലവിൽ വരുന്നത്. ആ നിയമം എന്ന് വരെയുണ്ട്. സ്വാതന്ത്ര്യം കിട്ടിക്കഴിഞ്ഞ 1954 വരെ ആ നിയമമുണ്ട്.